അതിമോഹനം മാനസം തഴുകി. നമസ്കാരം, ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. കഴിഞ്ഞ പ്രാവശ്യം ഭാസ്കർ ഒരു വൻ വിജയമല്ലേ, അതിനെക്കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞത്. ദുൽഖറിൻ്റെ DQ ആ പടം ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് കോടികളും കടന്നു പോവുകയാണ്. അത്ര നല്ല വിജയം. നമ്മുടെ കഴിഞ്ഞ കൊത്തയുടെ നിരാശയൊക്കെ പോയി. അത്രയ്ക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല റിവ്യൂ ആണെന്ന് എനിക്ക് എന്നോട് പ്രശംസിച്ചുകൊണ്ട് ദുൽഖർ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കതിൽ ഭയങ്കര സന്തോഷമായി. കാരണം ദുൽഖർ തന്നെ നേരിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചല്ലോ. അത് ചില അപൂർവം ചില ആൾക്കാർ ചെയ്യുള്ളൂ. അതൊക്കെ ഈ മനസ്സിൽ നന്മയുള്ളവർക്കൊക്കെ തോന്നുള്ളൂ. ഈ ജാട എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതില്ലാത്തവർക്ക്. മമ്മൂട്ടിയെ പോലൊരു മഹാനടൻ്റെ, ഒരു മനസ്സുള്ള ഒരു വലിയ മനുഷ്യൻ്റെ മകന് ഇതിൽ കൂടുതൽ എന്ത് വേണം? അത്ര ലാളിത്യം. പക്ഷെ മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും മമ്മൂട്ടി ജാടയാണ്, അങ്ങനെയാണെന്നൊക്കെ പറയും. പുള്ളിക്കാരൻ്റെ കെട്ടും മട്ടും എല്ലാം പറഞ്ഞാൽ ഒരു ഗുരുവായൂർ കേശവൻ്റെ സ്റ്റൈലല്ലേ. അവർക്ക് എന്താ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇത്രത്തോളം പാവം മനുഷ്യനെ ആർക്കും അറിയില്ല. ചിലരങ്ങനെയാണത്. അദ്ദേഹം മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നമ്മളത് അടുത്തറിയുമ്പോഴേ അറിയാക്കുള്ളൂ. പിന്നെ വേറെ സ്വഭാവം ആർക്കും കയറി പുള്ളിക്കാരനെ മുട്ടാൻ തോന്നില്ല. അങ്ങനത്തെ നേച്ചറുണ്ട് പുള്ളിക്ക്. അത് നല്ലതാണ്. അതുപോലെ കൂടെ അഭിനയിക്കുന്നവർ പറയും എനിക്ക് മമ്മൂട്ടി സാറിന് പേടിയായിരുന്നു എന്നൊക്കെ പറയും. അത് ഈയിടെ വിനായകൻ പറഞ്ഞു, അതായത് ജയിലർ എന്ന പടത്തിൽ രജനീകാന്തിൻ്റെ മുമ്പ് വന്നിട്ട് പുള്ളിക്കാരൻ അഭിനയിച്ചപ്പോൾ പുള്ളിക്കാരൻ വിറയ്ക്കരുതെന്ന് പറഞ്ഞു. വിനായകൻ വെച്ചാൽ ഉഗ്രൻ നടന്നല്ലേ, എന്ത് വേഷം വേണമെങ്കിലും വിനായകൻ ചെയ്യുമല്ലോ. വില്ലനെങ്കിൽ വില്ലൻ, കോമഡി. അദ്ദേഹത്തിൻ്റെ കുട്ടി എന്തോ ആരോ കടത്തിക്കൊണ്ട് എന്തോ ഒരു സംഭവം ഉണ്ടായിട്ട് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ്, പേര് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടതാണ്. പുള്ളി അതിന് പ്രതികാരം ചെയ്യുന്ന സംഭവമുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ വിനായകൻ്റെ കയ്യിൽ സേഫാണ്. വിനായകൻ പിന്നെ എല്ലാം തുറന്നു പറയുന്ന ഒരാളാണ്, ഒരു പൊയ്മുഖവുമില്ല. പുള്ളിക്കാരൻ എന്താണ് ഏതാണെന്ന് അയാൾക്ക് തന്നെ അറിയാം. ആർക്കും അങ്ങനെ വകവയ്ക്കില്ല. അതിൻ്റെ ഭവിഷ്യത്തുകളും പുള്ളിക്കുണ്ട്. കാരണം ചില വാചകങ്ങളുടെ അസ്ഥാനത്ത് പ്രയോഗിച്ചപ്പോൾ നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോൾ പുള്ളിക്കാരൻ ഒരു വാക്ക് പറഞ്ഞത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലാണത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ പ്രത്യേകം പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ആക്ഷൻ എടുക്കരുത്, അത് എങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്യും, അതേപോലെ കൈകാര്യം ചെയ്താൽ മതിയെന്ന് അദ്ദേഹത്തിൻ്റെ ചാണ്ടി സാറിൻ്റെ മകൻ പറഞ്ഞു. ഇപ്പം ഞാൻ പറയുന്നത് ഈ ലാളിത്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എടുത്തു പറയാവുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ആരാണെന്നറിയാമല്ലോ, പ്രണവ് മോഹൻലാൽ. ഈ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറയാനാണ് ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ദുൽഖറിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്കെല്ലാവരും ആഗ്രഹം സാർ പ്രണവിനെ കുറിച്ചുകൂടെ പറയണമെന്ന്. പ്രണവിനെ കുറിച്ച് പറയാൻ വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്. പക്ഷേ പ്രണവ് അങ്ങനെ ആർക്കും പിടികൊടുക്കില്ല. പുള്ളിക്കാരൻ്റെ റൂട്ടൊന്ന് വേറെയാണ്. സിനിമയിൽ അഭിനയിക്കാൻ പോലും പുള്ളിക്കാരൻ്റെ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രീതി ഒരു വേറെ ലെവലാണ്. ഒരിക്കലും മോഹൻലാലോ അല്ലെങ്കിൽ സുചിത്രയോ, അതായത് പ്രണവിൻ്റെ അമ്മ, കമ്പൽ ചെയ്യാറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വഴി. അദ്ദേഹം എന്ന് ഞാൻ പറയാൻ കാരണം, ലാൽ എപ്പോഴും മോനെ കുറിച്ചിട്ട് അവൻ ഇവൻ എന്ന് പറയില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹം എന്ത് ചെയ്യട്ടെ എന്ന രീതിയിലാണ് ലാലിൻ്റെ ഒരു രീതി ലാൽ പറയുന്നത്. ലാൽ പറയുന്നത് മാത്രം, ലാലിൻ്റെ പ്രവൃത്തിയൊക്കെ അങ്ങനെയാണ് എപ്പോഴും. നമ്മുടെ ഒരു ഷൂട്ടിങ് വന്നാൽ തന്നെ എന്ത് പറഞ്ഞാലും അതനുസരിക്കുക. ഡയറക്ടേഴ്സ് ആക്ടറാണ് ലാൽ. അതങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പറയില്ല. പക്ഷേ പുള്ളിക്കാരൻ ഇൻഡയറക്റ്റായിട്ട് പുള്ളി പറയുമ്പോൾ നമുക്കറിയാം ഇതാണെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അക്കരെ എന്ന സിനിമയിൽ ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം വന്നിരുന്നതും അഭിനയിക്കാൻ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ലാളിത്യമായ രീതി ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു തോന്നുന്നു. അതായത് അക്കരയിൽ പ്രധാന വേഷം ചെയ്യുന്നത് ഭരത് ഗോപിയേട്ടനാണ്. ഗോപിയേട്ടൻ ഉടനീളമുള്ള ഒരു തഹസിൽദാരായിട്ടാണ്. പിന്നെ നെടുമുടി വേണു, മമ്മൂട്ടി, മോഹൻലാൽ, ഇവരൊക്കെ ഈ വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ്. ഓരോ അക്കരെ എന്ന ഭൂമികയിലേക്ക് ഭരത് ഗോപിയുടെ തഹസിൽദാർ എന്ന കഥാപാത്രത്തിലേക്ക് പോകാനുള്ള ആവേശം, ഒരാഗ്രഹം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത്, അവിടെ പോയാൽ ഇവിടെ നല്ല ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. അവിടെ അത് ഭാര്യയുടെ ഒരു നിർബന്ധപ്രകാരമാണ് ഈ ശമ്പളം പോരെ ജീവിക്കാൻ, 2 മക്കളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇദ്ദേഹം പണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഒരു വിസ സംഘടിപ്പിക്കുന്ന കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ചില കഥാപാത്രങ്ങൾ വരുന്നതായിട്ടാണ്. അപ്പം മമ്മൂട്ടി അവിടെ ഒരു ടെക്സ്റ്റൈൽസ് ഒക്കെ നടത്തുന്ന ടൈലറും കൂടെയാണ്. മമ്മൂട്ടി എന്ന് പറയും ഇന്നതായാൽ കൊള്ളാം എന്ന രീതിയിൽ മമ്മൂട്ടി പറയും. അങ്ങനെ പുള്ളിക്കാരൻ ടൈലറിങ് പഠിക്കാൻ പോകുന്നതും
അബദ്ധത്തിൽപ്പെടുന്നതൊക്കെ ഉണ്ട്. നല്ല ഹ്യൂമറാണ്. നെടുമുടി കൊണ്ട് വരുമ്പോഴത്തേക്ക് അവിടെ പുള്ളി ഒരു സാധാരണ ജീവിതമാണ് നയിക്കുന്നതും എന്തിന് ചുവടി നോക്കണം, അങ്ങനെ വന്നാൽ അതുകൂടെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു കഥാപാത്രമാണ് പുള്ളിക്ക്. അവസാനം സിനിമയുടെ ക്ലൈമാക്സ് അങ്ങനെ ഒരു രീതിയിൽ വരും. അതൊരു തോന്നലാണ്. ലാല് വരുന്നത് വെച്ചാൽ ലാല് വേറെ രീതിയിലാണ്. ഒരു ഫിയറ്റ് കാറിലൊക്കെ വന്ന് ലാലിൻ്റെ ഒരു ബന്ധുവായിട്ടാണ് മാധവി, ഭരത് ഗോപിയുടെ ഭാര്യ. വന്നിട്ട് ലാലിൻ്റെ വന്ന് സാമീപ്യം വേറെ രീതിയിലുമൊക്കെയാണ്. ഒരു ചെറിയ ഹ്യൂമർ ടൈപ്പിലാണ് ലാലിൻ്റെ എൻട്രിയൊക്കെ. ലാൽ വന്നപ്പോൾ 2 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. മമ്മൂട്ടി ആദ്യം വന്ന് 1 ദിവസം കഴിഞ്ഞ് പിന്നെ ദിവസം വന്നത്. അപ്പം ഭരത് ഗോപിയേട്ടനാണെങ്കിൽ അവിടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ സ്ഥിരം മുറി എടുത്ത് കൊടുത്തിട്ടുണ്ട്. മമ്മൂട്ടിക്കും മോഹൻലാലും നെടുമുടി വേണുവിനൊക്കെ അവിടെ റൂം എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഈ പടിഞ്ഞാറ് ഗുരുവായൂർ പടിഞ്ഞാറ് നടയിൽ ലിബ്ര എന്നൊരു ഹോട്ടൽ, ഇപ്പം അതിനകത്ത് വെറും പേര് മാറ്റി കുറച്ച് വലിയ ഹോട്ടലാക്കി തോന്നുന്നു. അപ്പം ഞങ്ങൾക്ക് ക്യാമറാമാൻ ദിവാകര മേനോന്, എനിക്ക്, പിന്നെ എൻ്റെ അസിസ്റ്റൻസിന്, കരീമൊക്കെ ആയിരുന്നു എൻ്റെ അസിസ്റ്റൻറ്റ്, പിന്നെ മറ്റ് അഭിനയിക്കുന്ന ആൾക്കാർക്കെല്ലാം ലിബ്ര ഹോട്ടൽ. ലിബ്ര നല്ല ഹോട്ടലാണ്, സ്റ്റാൻഡേർഡ് ഹോട്ടലാണ്. അത്ര വലിയൊരു ആഡംബരമൊന്നുമല്ല, നല്ല ഹോട്ടലാണ്. കുറേ ആർട്ടിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകൾ മാധവിക്കും ഭരത് ഗോപിയേട്ടനൊക്കെ നമ്മുടെ അവിടെ കൊടുത്തിരുന്നു. മോഹൻലാലിനും അവിടെ റൂം കൊടുത്തത്. പക്ഷെ മോഹൻലാൽ അവിടെ പോയിട്ട് പറഞ്ഞു, ഞാനെന്തിനും ഇവിടെ ഒറ്റയ്ക്ക്, എനിക്കിവിടെ ഒന്നും പറ്റില്ല ഇത് എന്ന് പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്ത് ഞങ്ങളുടെ ലിബ്ര ഹോട്ടലിലേക്ക് വന്നു. ലിബ്ര ഹോട്ടൽ സാധാരണ മുറി, പക്ഷേ ഹോട്ടലിൽ ആർഭാടമായ മുറിയാണ്. പുള്ളിക്ക് അത് വേണ്ട. അത് ഞാൻ പറഞ്ഞ കാരണം ഈ അച്ഛൻ്റെ മോനല്ലേ പ്രണവും പിന്നെ അങ്ങനത്തെ ആളല്ലേ. അത് പറയാനാണ് ഇത്രയും എടുത്തു പറയുന്നത്. പുള്ളി റൂമിൻ്റെ അടുത്ത് വന്ന് എൻ്റെ മുറി തൊട്ടടുത്താണ്. അപ്പോൾ വൈകുന്നേരം ഡിസ്കഷന് ഡയറക്ടർ കെ എൻ ശശിധരൻ എൻ്റെ മുറി വരും, ക്യാമറമാൻ ദിവാകര മേനോൻ എൻ്റെ മുറി വരും. അപ്പോൾ ആ കൂട്ടത്തിൽ ലാലും വന്നിരിക്കും. ലാലിന് അതാ ഇഷ്ടം. അതായത് എല്ലാവരുമായിട്ട് രസകരമായിട്ട് സംസാരിച്ച് പാട്ടൊക്കെ പാടി, മേശപ്പുറത്ത് കൊട്ടി പാട്ടൊക്കെ പാടി, അങ്ങനെ പുള്ളിക്കാരനൊരു രീതിയാണ്. സിംപ്ലിസിറ്റി. ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, ആ ഫുഡ് കഴിക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ ആ ഇലയിലോ വീണ്ടും അടുത്ത ആൾക്ക് ചോറ് വിളമ്പി കൊടുക്കാം. അത്ര നീറ്റാണ്. അങ്ങനെ ഞാൻ 2 പേരെ കണ്ടിട്ടുള്ളൂ. ഒന്ന് ജ്യോതി ശ്രീകുമാർ, ഒന്ന് മോഹൻലാൽ. അത്ര ക്ലീനായിട്ടാണ്. അവിയലോ തോരനോ എന്ത് വേണം കണ്ട് മുരിങ്ങയ്ക്കൊക്കെ കഴിക്കുന്ന കണ്ടാൽ അത്ര നമുക്ക് കൊതി തോന്നുന്നു. അത്ര ആസ്വദിച്ചാണ് ഈ മോഹൻലാലും ജഗതിയൊക്കെ ഭക്ഷണം കഴിക്കുന്ന കാണുന്നത്. അത് കൊതി തോന്നും. ഒരു വറ്റ് പോലും പുള്ളി ബാക്കി വയ്ക്കില്ല. അതൊക്കെ നമ്മളൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ്. അതൊക്കെ അല്ലാതെ കുറേ ആൾക്കാർ ഇഷ്ടമില്ലാത്ത രീതിയിൽ ആഹാരങ്ങളെല്ലാം ചോദിച്ച് വാങ്ങിച്ച് പകുതി വേസ്റ്റാക്കി കളയുക എന്ന് പറയുന്നതൊന്നും മോഹൻലാൽ ചെയ്യില്ല, നമ്മളാരും ചെയ്യില്ല. അതൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെയാണ് ഞാനീ പറയുന്നത്. പ്രണവിന് അഭിനയിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു, പക്ഷേ നിർബന്ധിക്കുകയില്ല മോഹൻലാൽ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരന് ഊട്ടിയിലാണ് പഠിച്ചത്. ഊട്ടി ഇൻ്റർനാഷണൽ സ്കൂളിൽ ഒരു 13th ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പിന്നെ പഠിച്ചത് ആസ്ട്രേലിയയിലാണ്, ഫിലോസഫി. അത് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ മോഹൻലാൽ പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടം അതാണ്, അദ്ദേഹത്തിന് ടീച്ചറാവാനാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനല്ലേ നമ്മൾ വിടാൻ പറ്റുള്ളൂ എന്നുള്ള പറയുന്നതാണ്. കാരണം അത് ഫിലോസഫി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ മനസ്സിൽ പറഞ്ഞിരുന്നു വെച്ചാൽ യൂറോപ്യൻ കൺട്രീസിൽ പോയിട്ട് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർക്ക് വിദ്യ കൊടുക്കുക, ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ള മോട്ടീവ് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് ലാലും പറഞ്ഞത്. അത് നല്ലത് തന്നെയാണ്. പല ആളിപ്പോൾ സുചിത്ര ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നു, ഒരു ഡോക്ടറെ വീട്ടിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കുട്ടിയെ അങ്ങ് ഡോക്ടറായി കാണാണ്ട് ആ പേരൻസ് ഇഷ്ടമായിരിക്കും, എഞ്ചിനീയേഴ്സ് ഇഷ്ടമായി കാണും. പക്ഷേ ഈ പ്രണവിനോ അല്ലെങ്കിൽ വിസ്മയക്കോ, അതായത് സഹോദരൻ സഹോദരി, പ്രണവിൻ്റെ ഇടയതാണ് വിസ്മയ ഇപ്പം വേറെ. വിസ്മയ വളർന്നതും പഠിച്ചതും ഒക്കെ ഫോറിൻ കൺട്രിയിലാണ്. പിന്നെ അപൂർവം ചില സമയങ്ങളിലാണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടം ട്രാവലിങ്ങും ട്രക്കിങ്ങും ആയതുകൊണ്ട് വിസ്മയ കൂടും അത്രേ. അങ്ങനെയാണ് അവരുടെ ഇഷ്ടം രീതിയൊക്കെ. അപ്പോൾ ആ ലാൽ പറഞ്ഞു വെച്ചാൽ ഞാൻ എൻ്റെ മക്കളോട് ഇത് ഇന്നതുപോലെ ആവണം എന്ന് പറയില്ല, അവരെ താല്പര്യമാണ് എനിക്കും ഇഷ്ടം. അത് സുചിത്ര അങ്ങനെയാണ്. സുചിത്ര പറയുന്നത് വെച്ചാൽ ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചു, മക്കളെ വിവാഹം കഴിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ അവരോട് നമ്മൾ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചാൽ ഏതെങ്കിലും കാരണവശാൽ ആ ജീവിതം ഒരു നല്ല തൃപ്തികരമായ രീതിയിൽ പോയില്ലെങ്കിൽ നമ്മൾ കമ്പൽ ചെയ്തിട്ട് ഇത് ചെയ്തൊന്നും വരില്ലേ. അതുകൊണ്ട് അവർക്ക് ഏത് സമയത്ത് വിവാഹം കഴിക്കണം തോന്നിയാൽ മകനാവട്ടെ മകളാവട്ടെ അപ്പോൾ ഞങ്ങൾ റെഡിയാണ്. ഏത് രീതിയിൽ അവർ ഇഷ്ടപ്പെടുന്നുവോ, ഏത് രീതി ജീവിക്കണമോ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. ഞങ്ങൾ അവരുടെ പൂർണ്ണ പിന്തുണയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ അവരെ നിർബന്ധപൂർവ്വം നമ്മൾ വിവാഹം കഴിക്കണം. ഇപ്പം തന്നെ പ്രണവിന് 34 വയസ്സായി. 1990 ജൂലൈ 16 പുള്ളിക്കാരൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അതിനുശേഷമാണ് ഈ പഠനവും ഊട്ടി പഠിച്ചതും ഫിലോസഫിയായിട്ട് ആസ്ട്രേലിയയിൽ പഠിച്ചതും. പിന്നെ തിരിച്ചു വന്നിട്ട് അമ്മയെടുത്ത് പറഞ്ഞത്രേ, അമ്മ എനിക്ക് ട്രക്കിങ്ങിന് പോകണം, ഹിമാലയ പോകണമെന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ ഹിമാലയയിൽ സുചിത്രയുടെ ഒരു ബന്ധുവുണ്ട് ഡൽഹിയിൽ. അങ്ങനെ സുചിത്ര ഡൽഹിയിൽ
ബന്ധുവിനെ അറിയിച്ചു. പ്രണവും ഒരു സുഹൃത്തും കൂടി ഡൽഹിയിൽ പോയി കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ട്രക്കിങ്ങിനൊക്കെ ഒരാളുടെ കൂടെ പോകുന്നവരാണ്, നമ്മൾ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ പ്രണവ് പറഞ്ഞു അത്രേ വേണ്ട, ഞങ്ങൾക്ക് തനിയെ പോകുന്ന ഇഷ്ടം. അത് അവരുടെ താല്പര്യമാണത്. അങ്ങനെയാണ് പ്രണവിൻ്റെ രീതി. അതെന്താ പിന്നെ അവർ നിർബന്ധിക്കാൻ പോയില്ല. ട്രക്കിങ്, പിന്നെ സാഹസികമായിട്ടുള്ള ഒരു യാത്രകൾ. പിന്നെ പുള്ളിക്കാരൻ്റെ സിനിമയിൽ വന്നത് തന്നെ ഒരു നമുക്കറിയാമല്ലോ, ആദ്യം വന്നത് ആദി, നല്ല സിനിമയല്ലേ. ആദ്യം എന്ത് കളക്ഷനാണ് ആ പടം. ഒരു താരപുത്രൻ്റെ പരിവേഷമൊന്നും അല്ല അതുള്ളത്. ആ സത്യം പറഞ്ഞ് നന്നായിട്ട് പറഞ്ഞത്. പിന്നെ ഒരു ഹൃദയം ഇവിടെ വന്നു. ഈ അടുത്ത കാലത്ത് വർഷങ്ങൾക്ക് ശേഷം എന്താ ഒരു രസമായ പടമല്ലേ അത്. അത് അവർ ചോദിച്ചു, ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ചോദിച്ചു എങ്ങനെ അതിൽ എത്തിപ്പെട്ടെന്ന് ചോദിച്ചു. ഇപ്പം വിനീതിനൊക്കെ പണ്ടേ ഇവർക്കറിയാം കുടുംബത്തിൽ. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, അവരെങ്ങനെ ധ്യാനും ഈ നല്ല തമാശയൊക്കെ പറയുന്ന ഇൻ്റർവ്യൂവിൽ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരാളാണ് ധ്യാൻ. വിനീത് പിന്നെ കൂടുതൽ സംസാരിക്കുന്ന പ്രകടനമല്ല, അത് പ്രണവ് തന്നെയാണ്. അപ്പോൾ ഇവരെങ്ങനെ മിങ്കിളാവും എന്നുള്ളതൊക്കെ സുചിത്ര ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. പക്ഷേ അവർ എന്തോ കണ്ട മാത്രമേ തന്നെ അവർ ഇഷ്ടപ്പെട്ടു. അവർ തമ്മിലെ കമ്മ്യൂണിക്കേഷൻ നന്നായിരുന്നു. പിന്നെ അവർ സുഹൃത്തുക്കളായി. ധ്യാൻ വന്ന ശേഷം ധ്യാനും പ്രണവും കമ്പനിയായി. പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പരിചയക്കാരെ പോലെയാണ് അവരുടെ രീതിയും പെരുമാറ്റവും എന്നും പറഞ്ഞു. ആ വർഷങ്ങൾക്ക് ശേഷം പടം അതിമനോഹരമായിരിക്കുന്നു. ഇപ്പം അടുത്തൊരു പടം എപ്പോഴാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സുചിത്രയുടെ വർഷത്തിൽ ഒന്നും വേണ്ട, അവൻ പറയുന്നത് 2 വർഷത്തിലെങ്കിലും ഒരു പടം ചെയ്യും എന്ന് പറയുമ്പോൾ പോലും അവന് താല്പര്യമില്ല. പക്ഷെ ചെയ്യാതിരിക്കില്ല, അവനോട് തോന്നണം. പിന്നെ അവന് ഈ സാഹസികമായ യാത്രയും, പിന്നെ അവൻ കവിത എഴുതും, ചിത്രങ്ങൾ വരയ്ക്കും. അത് സുചിത്രയ്ക്ക് തന്നെ മദ്രാസിൽ അവർക്കൊരു ആർട്ട് റൂമുണ്ട്. ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു നല്ല സ്വഭാവമുണ്ട്. ഈ പറഞ്ഞിട്ട് ഈ അഭിനയം മാത്രമല്ല കലയെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് കവിത എഴുത്തും ചിത്രരചനയും ഒക്കെ ഒരു ആർട്ട് തന്നെയാണ്. മകളും അതുതന്നെയാണ് ആർട്ട്, അവർക്കും അതാ താല്പര്യം. ഇതുകൊണ്ട് തീർച്ചയായിട്ടും അത് വരാതിരിക്കാൻ കാരണമില്ല. കാരണം ബാലാജി സാറല്ലേ, അതായത് സുചിത്രയുടെ അച്ഛൻ, ബാലാജി സാറിൻ്റെ സുജാത ഡബ്ബിങ് തിയേറ്ററിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ഡബ് ചെയ്തിട്ടുണ്ട്. ബാലാജി സാറിനെ 1-2 പ്രാവശ്യം കണ്ടു, പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, സാറിന് ഞാൻ ചെറുപ്പകാലത്ത് സാറ് ഹീറോട്ട് അഭിനയിച്ച ആറ്റം ബോംബ് എന്നൊരു പടം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കണ്ടല്ലേ. സാർക്ക് നല്ല രീതിയിൽ നല്ല പെരുമാറ്റമാണ്. ശിവാജി ഗണേശനും പിന്നെ ബാലാജി സാറും ഭയങ്കര സുഹൃത്തുക്കളാണ്. മിക്ക പടങ്ങളും അവർ നമ്മുടെ ഇവിടെ നാട്ടിൽ മച്ചാനെ അളിയാന്നൊക്കെ വിളിക്കുന്നവരാണ് അവരുടെ സൗഹൃദം. അതങ്ങനെ റെയറാണ്. അതൊക്കെ അത്ര ബന്ധങ്ങളാണ് ബാലാജി സാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ബാലാജി സാറിൻ്റെ മകൻ സുചിത്രയുടെ ബ്രദർ സുരേഷ് ബാലാജി, അദ്ദേഹം നല്ലൊരു ഡയറക്ടറല്ലേ, നല്ല ഫിലിം മേക്കറല്ലേ. അപ്പോൾ അതായത് അവർ കലാപരമായിട്ട് ഉള്ളത് പല രീതിയിൽ മാറി പോകുന്നു മാത്രം. അഭിനയം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കവിത എഴുത്തും ചിത്രരചനയും ആർട്ട് വർക്കും ഒക്കെ കലാ രംഗത്തുള്ളത് തന്നെയാണ്. അത് മാറാൻ പറ്റില്ല. അല്ലാതെ ഈ ഇഷ്ടമുള്ള ആളിനെ വിളിച്ചിട്ട് മകനെ നീ ഡോക്ടറാവൂ എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അത് നമ്മുടെ പേരൻസ് കണ്ട് പഠിക്കേണ്ടതാണ്. നമ്മുടെ മക്കളെ പോലും ഇന്നതാക്കണം എന്ന് പറയാതെ ഒരു ഗൈഡ് ലൈൻ കൊടുക്കണം. അതായത് ഒരു ഡിഗ്രി വരെ, അതൊക്കെ അവർ ഡിഗ്രി വരെ എടുത്തു. മോഹൻലാൽ മോഹനോട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യണം, ഈ ഡിഗ്രി എടുക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത ശേഷമാണ് അവൻ്റെ ഇഷ്ടങ്ങളിലേക്കൊക്കെ അവൻ പോയത്. അല്ലാതൊന്നുമല്ല. പിന്നെ അവനെക്കുറിച്ച് വേറെ എന്ന് പറഞ്ഞാൽ ഒരു സഹൃദയൻ മാത്രമല്ല, സാധാരണ ജീവിതം നയിക്കുന്നതിനെ പറ്റി സുചിത്ര ഒരു ഇൻ്റർവ്യൂവിൽ രേഖാമേനോൻ എന്ന് പറയുന്നൊരു ജേർണലിസ്റ്റ് ഉണ്ട്, അവരുടെ അടുത്ത് പറയുന്നത് കേട്ടോ. അവൻ രാവിലെ എഴുന്നേറ്റ് അപ്പുറത്ത് ചായക്കടയിൽ പോകും. അവിടെ വീടിൻ്റെ അടുത്തൊരു തട്ടുകടയുണ്ട്, അവിടെ പോയി ചായ കുടിക്കും. എന്നിട്ട് പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് പറയും, അല്ല സിഗരറ്റ് വലിക്കാനൊക്കെ പോകുന്നതായിരിക്കും എന്നൊക്കെ. അത് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പിന്നെ മുമ്പൊരിക്കൽ ജിത്തു ജോസഫ് പറയുന്നത് കേട്ടു. ജിത്തുവിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ്, ആദ്യം അസിസ്റ്റൻ്റായിട്ടായിരുന്നല്ലോ. മോഹൻലാലിൻ്റെ മകനെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് അവനവിടെ സാധാരണ ഒരാളിനെ പോലെ അവിടെ ഇരുന്നിട്ട് എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു. അവന് വലിയ റൂമും ആർഭാടങ്ങളൊന്നും വേണ്ട. ആൾക്കാർ വിസ്മയിച്ചു എന്നാണ് പറയുന്നത്. ഇത്രയും ഒരു വലിയൊരു താരപുത്രൻ്റെ രീതി വളരെ ലാളിത്യമാണല്ലോ. പിന്നേരൊക്കെ പറയുന്നത് കേട്ടോ, അവനവിടെ പോയാലും ലഡാക്കിലെ മറ്റോ പോയാൽ, അത് ആരാ പറഞ്ഞു, മേജർ രവിയെ മറ്റാണെന്ന് പറഞ്ഞു. അവൻ സാധാരണ തട്ടുകടയിൽ പോയിട്ട് ചുമ്മാ നല്ല ബോണ്ടായി മാച്ച് കഴിച്ച് ഒരു ചായയും കുടിച്ച്, പിന്നെ ലളിതമായിട്ടൊരു ജീവിതം, പിന്നെ റൂമൊക്കെ കൊടുത്താൽ തന്നെ. അതും ജിത്തു ജോസഫ് പറഞ്ഞു, വലിയ റൂമൊന്നും അവന് വേണ്ട, അവന് കൂടെ മറ്റേ കൂട്ടത്തിലൊക്കെ ആൾക്കാരുടെ കൂടെയൊക്കെ മിങ്കിൾ ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ അവനവിടെ സ്പെയിനിലെ വലിയ ഉദ്യോഗം കിട്ടിപ്പോയൊന്നും അല്ല. അത് ചിരിച്ചുകൊണ്ട് സുചിത്ര പറയുന്നേക്കണം. അവനവിടെ ഒട്ടകത്തിന് തീറ്റ കൊടുക്കലോ ആടിനെ മേയ്ക്കലോ പശുവിന് തീറ്റ കൊടുക്കലോ ഒക്കെയാണ്. അപ്പോൾ ചോദിച്ചു ശമ്പളം കിട്ടുമോ? ശമ്പളമൊന്നുമില്ല, ആഹാരം കൊടുക്കും, പിന്നെ കിടക്കാൻ സ്ഥലം കൊടുക്കും,
ഇതൊക്കെ തന്നെയാണ് അവനിഷ്ടവും. അതുകൊണ്ട് അവന് വരട്ടെ. പിന്നെ വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് സന്തോഷമായിട്ടൊക്കെയാണ് പെരുമാറുന്നത്. അപ്പോൾ രേഖാമേനോൻ ചോദിച്ചു, വീട്ടിൽ വന്നിട്ട് അമ്മയുടെ കൂടെ കിച്ചണിലൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യുമോ? അവന് തോന്നിയാൽ അവന്, അല്ലാതെ നമ്മളിപ്പോൾ പറയും ഓ കണ്ട അവന് നെകളിപ്പൂ എന്നൊക്കെ പറയില്ലേ, അവൻ്റെ ഒരു ഇളക്കം എന്നൊക്കെ, അത് സുചിത്രയുടെ വാക്കാണ് കേട്ടോ. നല്ല ലവബിൾ ചൈൽഡാണ്. ആൾക്കാരടുത്ത് കൂടുതൽ സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ. എങ്ങനെയാണോ മോഹൻലാലിൻ്റെ പെരുമാറ്റം അങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മോഹൻലാൽ ഒരു ഡയറക്ടറുടെ വരുന്ന നടനാണ്. എൻ്റെ കൂടെ 2 പടങ്ങളെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ടുകൊണ്ടെങ്കിലൊക്കെ പെർഫോമൻസൊക്കെ ഉണ്ടല്ലോ, എന്ത് രസമാണ്. ഞാനീ പറഞ്ഞ മാതിരി എല്ലാ പടങ്ങളും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും ഈ പ്രണവിൻ്റെ ഒക്കെ എല്ലാ പടങ്ങളും കാണുന്ന ആളാണ് ഞാൻ. അവരുടെ എല്ലാ പടവും ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഞാൻ പണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ദുൽഖർ അഭിനയിച്ചൊരു ചാർലി എന്നൊരു പടം ഉണ്ടല്ലോ. ചാർലിയിൽ ഒരു കഥാപാത്രം എവിടെ നിന്നോ വരുന്നു, ഒരു അവധൂതൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരാൾ വന്നു എന്തൊക്കെ ചെയ്തിട്ടൊക്കെ പോകില്ലേ. യഥാർത്ഥത്തിൽ കാണുന്നത് എന്താണ്, ഈ പ്രണവ് മോഹൻലാലിൻ്റെ ലൈഫ് ഇതല്ലേ. നമ്മളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റാണിത്. അങ്ങനെ കഥാപാത്രങ്ങൾ അങ്ങനെ ജീവിതത്തിലുണ്ട് ആൾക്കാർ. ഈ പ്രണവ് ചെയ്യുന്നത് അങ്ങനെയാണ്. എപ്പോഴോ വരുന്നു, അമ്മയെ വിളിച്ചു, അമ്മ ഞാൻ വരുന്നു, ഞാൻ ഊട്ടിലാണ്. ഊട്ടിയിലായിരിക്കുമ്പോഴത്തേക്ക് എവിടെ താമസിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് അത് സുഹൃത്തോടെ ഞങ്ങൾക്ക് അവിടെ വീടുണ്ട്, അവിടെ തന്നെ താമസിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ചില ചെറുപ്പക്കാർ പണക്കാരുടെ മക്കളൊക്കെ കഞ്ചാവ് മേടിച്ച് കള്ളും കുടിച്ച് കണ്ണും തള്ളി ചോപ്പിച്ച് നടക്കില്ലേ. അതൊന്നുമല്ല, ഇത് പ്രത്യേക ടൈപ്പ് വേറെയാണത്. അല്ലാതെ മോശമാണെങ്കിലേ ഇത്രയും കോടീശ്വര പുത്രൻ എന്തെല്ലാം ആവാം, ആയിക്കൂടാ. പക്ഷേ പ്രണവ് മോഹൻലാൽ സിമ്പിൾ ജീവിക്കാൻ ഇഷ്ടം, സാധാരണ ആൾക്കാരുടെ പെരുമാറാൻ ഇഷ്ടം, എങ്ങനെ വേണം ജീവിതം, ഏത് രീതിയിൽ വേണം ജീവിതം എന്നുള്ളത് ആസ്വദിക്കുന്നു. ആ ആസ്വാദനം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം എന്തിനും നമുക്ക് ജീവിക്കാൻ പണം വേണം. പണമില്ലാത്ത ഒരാളിന് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെ ജീവിക്കും, പണമില്ലെങ്കിൽ പിണം എന്നൊക്കെ പറയില്ലേ. അങ്ങനെ തീർച്ചയായിട്ടും അത് പണമുള്ളവർക്ക്, പണം ഇല്ലാത്തവർക്ക് പണം ഉണ്ടാക്കണം, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ ഒക്കുള്ളൂ. പക്ഷേ അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ ചില പണക്കാരുടെ മക്കൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടാൽ സഹിക്കാക്കില്ല. ഇപ്പോൾ അതും ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ സുഹൃത്ത പറഞ്ഞു, 19-ാമത്തെ വയസ്സിൽ പ്രണവിന് ലൈസൻസ് കിട്ടി. അന്ന് ഒരു ടൊയോട്ട കൊറോളയോ എന്തോ ഒരു വണ്ടിയാണ് അവിടെ ഉള്ളത്. പക്ഷെ അവനത് വേണ്ട. അവൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ എന്തോ ഒരു മാരുതി 800 വണ്ടിയാണ് അവൻ എടുത്തത്. സാധാരണ വണ്ടി, അത് മതി. അല്ലാതെ അവൻ നല്ല ഡ്രൈവ് ചെയ്ത് പോവുക, ബഹളങ്ങളൊന്നുമില്ല. അല്ലാതെ ഹാഷ് പൂഷ് എന്നുള്ള ലൈഫല്ല, സിമ്പിൾ ലൈഫാണ്. ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ, അതായത് പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ച പ്രണവിനെയും ദുൽഖറിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്. വേറെ ഇനി അധികം കൂടുതൽ പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല. ഇതിൽ ഞാൻ പറഞ്ഞു തന്നെ ഏറെക്കുറെ നിങ്ങൾക്കെല്ലാം അറിയാം. 2 താരപുത്രന്മാരെ പറ്റി നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ 2 പേരും സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന 2 പേരാണ്. ഒരു ദുൽഖറും ഒരു പ്രണവും. അല്ലാതെ മറ്റ് നമ്മൾ പുറത്ത് കാണുന്ന മാതിരി ഒരു ആർഭാടമോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ ജീവിതം നയിക്കുന്ന പ്രണവ് മോഹൻലാലിനെക്കുറിച്ച് എനിക്ക് ഇന്നിത്രേ പറയാനുള്ളൂ. ഇനി ഒരവസരത്തിൽ വേണമെങ്കിൽ ഇനിയും ഞാൻ കുറച്ചുകൂടെ സ്റ്റഡി ചെയ്തിട്ട് പറയാം. പിന്നെ വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. തുടർന്ന് നമുക്ക് കാണാം. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മതിമോഹനം മാനസം